എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ജനാധിപത്യം. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന്റെ ഏറ്റവും ഹൃദയഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. 140 കോടി ജനങ്ങൾ. അവരുടെ എല്ലാം ശബ്ദം ഒരൊറ്റ സംവിധാനത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക? അതെ, നമ്മളിന്ന് സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ആസ്ഥാനമായ ഇന്ത്യൻ പാർലമെന്റിനെക്കുറിച്ചാണ്. അപ്പോ ഈ വലിയ സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യം നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമെന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ ജനങ്ങളുടെ സഭയായ ലോക്സഭ, സംസ്ഥാനങ്ങളുടെ സഭയായ രാജ്യസഭ, അത് കഴിഞ്ഞ് ഇതിലെ പ്രധാനികളായ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കുറിച്ച് സംസാരിക്കും. സഭയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്നും അവസാനം ഈ സംവിധാനം നമുക്ക് എന്തിനാണിത്ര പ്രധാനപ്പെട്ടതാവുന്നതെന്നും ചർച്ച ചെയ്യും. അപ്പൊ ശരി, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആ കാതൽ എന്താണെന്ന് നോക്കാം. അതായത്, വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിനു വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നതും സർക്കാരിനെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും അവരെ ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാക്കുന്നതും ഈ ജോലികളൊക്കെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മുടെ പാർലമെന്റ്. ഭരണഘടനയുടെ 79 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇനി പാർലമെന്റിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ജനങ്ങൾ, അതായത് നമ്മൾ ഓരോരുത്തരും നേരിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിരിക്കുന്ന സഭയെക്കുറിച്ച്, ലോക്സഭയെക്കുറിച്ച് സംസാരിക്കാം. അതെ, ലോക്സഭയെ ജനങ്ങളുടെ ശബ്ദം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്ത് അവരുടെ പ്രതിനിധികളെ നേരിട്ട് തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടുന്നത് ഇവിടേക്കാണ്. ഇതൊന്ന് നോക്കൂ. ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 543 അംഗങ്ങളുണ്ട്. ഇവരുടെ കാലാവധി 5 വർഷമാണ്. പക്ഷേ വേണമെങ്കിൽ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ അതിനു മുൻപേ പിരിച്ചുവിടാനും സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനം, തിരഞ്ഞെടുപ്പ് നേരിട്ട് ജനങ്ങൾക്കിടയിലാണ് നടക്കുന്നത്. ഇതിന്റെ എല്ലാം അധ്യക്ഷൻ സ്പീക്കറാണ്. ഇനി പറയാൻ പോകുന്നത് വളരെ നിർണായകമായൊരു കാര്യമാണ്. രാജ്യത്തിന്റെ പണം, അതായത് നമ്മുടെയെല്ലാം നികുതി പണം എവിടെ എങ്ങനെ ചിലവഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവസാന വാക്ക് അത് ലോക്സഭയുടേതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. രാജ്യത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. പണം സംബന്ധിച്ചുള്ള എല്ലാ ബില്ലുകളും, അതായത് മണി ബില്ലുകൾ, ആദ്യം വരുന്നത് ഇവിടെയാണ്. രാജ്യസഭയ്ക്ക് ഒരു മണി ബിൽ തള്ളിക്കളയാൻ പറ്റില്ല. അവർക്ക് ചില നിർദ്ദേശങ്ങൾ വെക്കാൻ മാത്രമേ സാധിക്കൂ. ഏറ്റവും വലിയ അധികാരം, ഒരു സർക്കാരിന് ഭൂരിപക്ഷം ഇല്ലെന്ന് തോന്നിയാൽ അവിശ്വാസപ്രമേയം പാസാക്കി അവരെ പുറത്താക്കാൻ വരെ ലോക്സഭയ്ക്ക് കഴിയും. അപ്പോ ലോക്സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി പാർലമെന്റിന്റെ രണ്ടാമത്തെ തൂണായ രാജ്യസഭയിലേക്ക് വരാം. ഇത് വേറൊരു തരം താൽപ്പര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ രാജ്യസഭ സംസ്ഥാനങ്ങളുടെ ശബ്ദമാണ്. അതായത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും താൽപ്പര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് രാജ്യസഭ പ്രവർത്തിക്കുന്നത്. ഇവിടെ ലോക്സഭയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. രാജ്യസഭയിൽ ഏകദേശം 245 അംഗങ്ങളാണുള്ളത്. ഇതൊരു സ്ഥിരം സഭയാണ്. അതായത് ലോക്സഭയെ പോലെ ഇതിനെ പിരിച്ചുവിടാൻ പറ്റില്ല. ഒരംഗത്തിന് 6 വർഷം കാലാവധിയുണ്ട്. തെരഞ്ഞെടുപ്പാണെങ്കിൽ നമ്മൾ നേരിട്ടല്ല വോട്ട് ചെയ്യുന്നത്, മറിച്ച് നമ്മൾ തെരഞ്ഞെടുത്ത MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇതൊരു രസകരമായ സംവിധാനമാണ്. സഭ സ്ഥിരമായി നിലനിൽക്കും. പക്ഷേ ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ വിരമിക്കും. ആ ഒഴിവിലേക്ക് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കും. അപ്പോൾ എപ്പോഴും പരിചയസമ്പന്നരായ പഴയ അംഗങ്ങളും പുതിയ അംഗങ്ങളും സഭയിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പിരിച്ചുവിട്ടാലും രാജ്യത്ത് നിയമനിർമ്മാണം നടത്താൻ ഒരു സഭ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ഒറ്റനോട്ടത്തിൽ കാണാം. ലോക്സഭയിലേക്ക് നമ്മൾ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുന്നു, രാജ്യസഭയിലേക്ക് നമ്മുടെ MLA-മാർ വോട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ലോക്സഭ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു, രാജ്യസഭ സംസ്ഥാനങ്ങളെ. ലോക്സഭ 5 വർഷം കൂടുമ്പോൾ മാറും, പക്ഷേ രാജ്യസഭ സ്ഥിരമാണ്. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ അവസാന വാക്ക് ലോക്സഭയുടേതാണെങ്കിൽ വരുന്ന ബില്ലുകളെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് മെച്ചപ്പെടുത്തുക എന്നതാണ് രാജ്യസഭയുടെ പ്രധാന ജോലി. ശരി, നമുക്കിപ്പോ 2 സഭകളെക്കുറിച്ചും അറിയാം. പക്ഷേ ഇതിനകത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? അവിടെയാണ് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും റോള് വരുന്നത്. അവരാണ് ഈ ജനാധിപത്യ നാടകത്തിലെ പ്രധാന നടന്മാർ. ഇതൊരു തരം ബാലൻസിംഗ് ആണ്.
ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയോ സഖ്യമോ ആണ് സർക്കാർ ഉണ്ടാക്കുന്നത്. അവര് നിയമങ്ങൾ കൊണ്ടുവരുന്നു, ബജറ്റ് അവതരിപ്പിക്കുന്നു, നയങ്ങൾ നടപ്പിലാക്കുന്നു. മറുഭാഗത്ത് സർക്കാരിനെ എതിർക്കുന്ന ഏറ്റവും വലിയ കക്ഷിയാണ് പ്രതിപക്ഷം. അവരുടെ ജോലി സർക്കാരിന്റെ ഓരോ നയത്തെയും വിമർശിക്കുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ബദൽ നിർദ്ദേശങ്ങൾ വെക്കുക എന്നതാണ്. ഈ ഒരു കൊടുക്കൽ വാങ്ങലിലാണ് ജനാധിപത്യം ശരിയായി പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളും ബഹളങ്ങളുമൊക്കെ നടക്കുമ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ ഒരാൾ വേണ്ടേ? ഒരു ഫുട്ബോൾ കളിക്ക് റെഫറിയുള്ളതുപോലെ സഭയിലും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ആളുകളുണ്ട്. ലോക്സഭയിൽ അത് സ്പീക്കറാണ്, രാജ്യസഭയിൽ ചെയർമാനും. ലോക്സഭയിൽ അംഗങ്ങൾ തന്നെയാണ് അവരുടെ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ രാജ്യസഭയുടെ ചെയർമാൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹം ആ സഭയിലെ അംഗമല്ല. ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് അവസാനമായി തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ സഭയുടെ സ്വഭാവമനുസരിച്ച് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ഈ അമ്പയർമാരുടെ പ്രധാന അധികാരങ്ങൾ? സഭയിലെ എല്ലാ ചർച്ചകൾക്കും അധ്യക്ഷത വഹിക്കുന്നത് ഇവരാണ്. സഭയിൽ അച്ചടക്കം ഉറപ്പുവരുത്തണം. ആര് സംസാരിക്കണം, എത്ര സമയം സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കും. ചില ചോദ്യങ്ങളോ പ്രമേയങ്ങളോ അനുവദിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. നിയമങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അധികാരമുണ്ട്. ഇനി ആരെങ്കിലും സഭയിൽ മോശമായി പെരുമാറിയാൽ അവരെ സസ്പെൻഡ് ചെയ്യാൻ വരെ ഇവർക്ക് അധികാരമുണ്ട്. ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം. എന്തിനാണ് ഇത്രയും സങ്കീർണമായ ഒരു സംവിധാനം? എന്തുകൊണ്ടാണിതിത്ര പ്രധാനപ്പെട്ടതാകുന്നത്? കാരണമിതാണ്: ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ. ചോദ്യോത്തരവേളയിലൂടെ മന്ത്രിമാരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്നു. പാർലമെന്ററി കമ്മിറ്റികൾ ഓരോ വിഷയവും ആഴത്തിൽ പഠിക്കുന്നു. സർക്കാരിന്റെ നയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയം പോലുള്ള മാർഗങ്ങളിലൂടെ അതിനെ വെല്ലുവിളിക്കാം. രാജ്യത്തിന് പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും തുറന്ന ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ജനങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും അധികാരങ്ങൾക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. അതായത്, ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: പാർലമെന്റ് എന്നത് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരിടമല്ല, അത് ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വേണ്ടിയുള്ള ഒരിടമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള ഈ നിരന്തരമായ സംവാദത്തിലൂടെയാണ് കൂടുതൽ മെച്ചപ്പെട്ട, ജനങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്തമുള്ള നിയമങ്ങളുണ്ടാകുന്നത്. അവസാനമായി, ഇന്ത്യൻ ജനാധിപത്യം ഈ 3 കാര്യങ്ങളുടെ ഒരു ബാലൻസിലാണ് മുന്നോട്ടു പോകുന്നത്. 1. സർക്കാർ. അവർ പുതിയ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു, നടപ്പിലാക്കുന്നു. 2. പ്രതിപക്ഷം. അവർ അതിനെ ചോദ്യം ചെയ്യുന്നു, വിമർശിക്കുന്നു. 3. സ്പീക്കറും ചെയർമാനും. അവർ ഈ കളിക്ക് നിയമങ്ങളുണ്ടാക്കി അത് നിയന്ത്രിക്കുന്നു. ഈ 3ഉം ശരിയായി പ്രവർത്തിക്കുമ്പോഴാണ് ജനാധിപത്യം വിജയിക്കുന്നത്. അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ഒരു ചോദ്യം ബാക്കിയാണ്. നമ്മുടെ ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വെല്ലുവിളികൾ വരുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഈ എഞ്ചിൻ, നമ്മുടെ പാർലമെന്റ്, ഭാവിയുടെ വെല്ലുവിളികളെ നേരിടാൻ എങ്ങനെയാണ് സ്വയം നവീകരിക്കേണ്ടത്? ഇതിനുള്ള ഉത്തരം നമ്മൾ ഒരുമിച്ച് കണ്ടെത്തേണ്ട ഒന്നാണ്. അടുത്ത തവണ കാണുന്നതുവരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക.